കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ മരിച്ച വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയ അന്വേഷണം നടക്കുക. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന നിതിന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, എന്തായാലും പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയ അന്വേഷണമൊക്കെ നടത്തുക. കുടുംബം വ്യക്തമാക്കി കഴിഞ്ഞു, തങ്ങൾക്ക് ഈ ഒരു അന്വേഷണത്തിൽ യാതൊരുവിധ താല്പര്യവുമില്ല എന്നുള്ളത് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും റാമിനെ പിടികൂടിയ സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് അടുത്ത നടപടികൾ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മരിച്ച BDS വിദ്യാർത്ഥി, ഒന്നാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിലാണ് ഇപ്പോൾ പുതിയൊരു അന്വേഷണ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് നിതിൻ രാജിന്റെ കുടുംബം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അറിയിച്ചിരുന്നു. ഇന്ന് നിതിൻ രാജിന്റെ പിതാവ് രാജനും കൂടാതെ സഹോദരിയും ഒന്നിച്ചെത്തിയാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലെത്തി നേരിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ടാണ് ഈ വിവരം അറിയിച്ചത്. നിതിൻ രാജിന്റെ മരണത്തിൽ നിലവിലുള്ള അന്വേഷണത്തിൽ തങ്ങൾക്ക് തൃപ്തിയില്ല, പുതിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. നിതിന്റേത് ഒരു ആത്മഹത്യയല്ല, മറിച്ച് അതൊരു കൊലപാതകമാണ് എന്നാണ് കുടുംബം തുടർച്ചയായി ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണക്കാരായ എല്ലാവരെയും തന്നെ പിടികൂടണം, നിയമത്തിന് മുന്നിലെത്തിച്ച് അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന ആവശ്യമാണ് നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് ആഭ്യന്തര മന്ത്രിക്ക് മുന്നിൽ വെച്ചത്. ആ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഡോക്ടർ സംഗീതയ്ക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ടും ഒരു പ്രതികരണം നിതിൻ രാജിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു. അവർക്ക് ജാമ്യം ലഭിച്ചത് ഇത്തരത്തിൽ നിലവിലെ കേസ് അട്ടിമറി നടന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു ജാമ്യം അനുവദിക്കപ്പെട്ടത്. സംഗീതയെ കുറിച്ചുള്ള അന്വേഷണവും സംഗീതയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന അന്വേഷണവും കൂടുതൽ വ്യാപകമായി തന്നെ നടക്കണം. അതിനായി നിലവിലെ അന്വേഷണം പോരാ, അതിന് മറിച്ച് മറ്റൊരു അന്വേഷണ സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തണമെന്ന ആവശ്യമാണ് നിതിൻ രാജിന്റെ കുടുംബം മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സുതാര്യമായ ഒരു അന്വേഷണം ഈ ക്രൈംബ്രാഞ്ച് പുതിയ IG നേതൃത്വത്തിൽ നടക്കുമെന്ന വിശ്വാസം തന്നെയാണ് നിതിൻ രാജിന്റെ കുടുംബത്തിനുള്ളത്. എന്തായാലും ഇന്ന് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി കൂടിയായ ഡോക്ടർ രാമ കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ തുടർ നടപടികൾ ഇനി ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലായിരിക്കും നടക്കുക. ശരി, വ്യക്തമാണ്. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയ അന്വേഷണമൊക്കെ നടത്തുക. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് നിതിന്റെ കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണയാണ്. ദേശാഭിമാനി വാരാന്ത പതിപ്പ് വൈകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വാരാന്ത പതിപ്പിന്റെ എഡിറ്ററിൽ നിന്ന് വിശദീകരണം തേടി നോട്ടീസ്. എഡിറ്റർ KR അജയനാണ് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുൻപ് വിഷയത്തിൽ വിശദീകരണം നടത്തണമെന്നാണ് നോട്ടീസ്. വാരാന്ത പതിപ്പിലെ ലേഖനങ്ങളുമായി ബന്ധപ്പെട്ട്